ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉരുളക്കിഴങ്ങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുറുമയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അതാണെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ദോശയുടെ കൂടെ കഴിക്കാനാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ തന്നെ അമർത്താൻ മറക്കല്ലേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ ഒന്ന് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി, ഭയങ്കര വിലയല്ലേ ഇപ്പം. അപ്പോഴേ ഞാൻ വളരെ കുറച്ചാണ് ചേർത്തേക്കുന്നത്. ഇനി അതിലേക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് കനം കുറച്ച് അരിയണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇത് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് അല്പം കനം കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു സവാള ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക കേട്ടോ. കാര്യം നമ്മൾ ഇതിലേക്ക് ഒരുപാട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് കളർ മാറി വരുന്ന പരുവം വരെ ഒന്നും വഴറ്റണ്ട. ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയിട്ടേ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമല്ലോ, ആ പരുവം വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയേ. ഈ കറിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇത് കൂടുതലും എനിക്ക് കഴിക്കാൻ ഇഷ്ടം ദോശയുടെ കൂടാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നത് ദോശയ്ക്കാണ് കേട്ടോ ഇത്. സവാള താണ്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കാണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പം താണ്ട് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ തക്കാളി ചേർക്കുമ്പോഴേ നല്ല പഴുത്ത് നോക്കി അത്യാവശ്യം വലുത് നോക്കി എടുത്തോളൂ കേട്ടോ. ചെറുതാണെങ്കിൽ ഒരു 2 ഒക്കെ ചേർക്കാം. ഇപ്പോൾ താണ്ട എൻ്റെ കയ്യിലൊരു വലിയ തക്കാളി ആയിരുന്നു ഉള്ളത്. അപ്പം ഞാനത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തക്കാളിയും ഒരുപാടിട്ടങ്ങ് കുഴഞ്ഞു വരുന്ന പാകം വരെ ഒന്നും വഴറ്റണ്ട. ജസ്റ്റ് ഒന്നങ്ങ് വെന്ത് വന്നാൽ മാത്രം മതി. അപ്പം നമ്മളിതെല്ലാം കുക്കറിലൊന്ന് വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഇതൊന്നും ഒരുപാടങ്ങ് വഴറ്റി കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ വളരെ പെട്ടെന്നാണ് നമ്മുടെ പണികളെല്ലാം കഴിയുന്നത്. ഇപ്പം ദാണ്ടേ തക്കാളിയൊക്കെ അത്യാവശ്യം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പരുവം വരെയൊക്കെ ഞാൻ ഒന്ന് വഴറ്റുന്നുള്ളേ. ഇനി നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചേർക്കുന്ന ബേസിക് മസാലകൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു ടീസ്പൂണൊക്കെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. 1 മിനിറ്റൊക്കെ ഒന്ന് ആവും കേട്ടോ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ. അതുവരെയും ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നിങ്ങൾ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ദാണ്ട പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഒരു എണ്ണയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് 2 നേരത്തേന് വേണ്ടിയിട്ടാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് ഒക്കെ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ പിന്നെ ഈ കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ബാക്കി ഉണ്ടാവില്ല ഇവിടെ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചിലവാകും ഈ കറി. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടല്ലോ, ഈ സമയം തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതുവരെയും ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇത്തിരി കുറവാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പിന്നെ നമുക്ക് ചേർക്കാം. അപ്പം ആ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവാൻ പാകത്തിന് വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം വെള്ളം ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം വെള്ളം കൊണ്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ദാണ്ട മുങ്ങാൻ പാകത്തിന് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടേ നമുക്കിനി കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരെ വേവിക്കണം കേട്ടോ. കാര്യം ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്ത് ഒന്ന് ഉടഞ്ഞ് വരണം. ആ പരുവം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ കുക്കറിൽ 4 വിസിലൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ടേ.
നമുക്കിത് വെന്ത് വരുന്ന സമയം കൊണ്ടിട്ട് ചെറിയൊരു അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പം നമുക്കിത് വെയിറ്റൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടേ നമുക്കിനി അതിലേക്ക് കടക്കാം. അപ്പോഴേ ഞാനൊരു മിക്സിയുടെ ജാറ് ദാണ്ടെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയ്ക്കും ഭയങ്കര വിലയാടോ ഇപ്പോൾ. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും എന്താ വിലയല്ലേ. അപ്പോഴ് തേങ്ങ ചേർത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചെറിയ ജീരകം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടേ ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഒരു 2 ചെറിയ കഷ്ണം പട്ടയും പിന്നെ ഒരു 2 കഷ്ണം ഗ്രാമ്പും 2 കഷ്ണം ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനി കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ. പക്ഷെ ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഒരു തിക്നെസ്സും കിട്ടും. പക്ഷെ നമ്മുടെ ഈ കറി തിക്കായിട്ട് ഉള്ള കറിയല്ല, അല്പം ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ദാണ്ടെ നന്നായിട്ട് ഒരു പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ടൊക്കെ നമ്മുടെ കുക്കറിൽ വെച്ചിരിക്കുന്ന സംഭവം വെന്തിട്ടുണ്ട്. അതാണ്ട് അതിൻ്റെ സ്റ്റീമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പരുവം വരെയാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഉടച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കാം. എങ്കിൽ നമുക്ക് കടിക്കാൻ പാകത്തിന് കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. അതിന് മുന്നേ ഈ ഫ്ലെയിം അങ്ങ് ഓൺ ആക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോഴേ ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരല്പം തോനെ, അതായത് കുറച്ചധികം വെള്ളം എടുക്കുന്നുണ്ട്. കാര്യം ദോശയുടെ കൂടെ കഴിക്കാനായതുകൊണ്ട് അല്പം ലൂസാക്കി ഉണ്ടാക്കിയതാണ് ഈ കറി. അപ്പം നിങ്ങൾ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത്രയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു 1.5 കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം ഇത്രയും വെള്ളം നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. തിക്കായിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ദാണ്ടെ ഇതുപോലെ നന്നായിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനൊരല്പം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് ഇപ്പോൾ ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അതിന് മുന്നേ നമ്മളൊരു കാര്യം ചേർക്കാൻ വിട്ടുപോയി, കുറച്ച് കറിവേപ്പില. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഞാനൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് തിളപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ ഒരു തിള ഒക്കെ വന്നാൽ മതിയാവും. ഇപ്പോൾ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളി കറിയാണ്. ഇത് നല്ലൊരു മണമാണ് കേട്ടോ. ഈ കറിയുടെ ഒരു പ്രത്യേകത, ഇത് വെക്കുമ്പോഴേ വെളിയിൽ നിൽക്കുന്ന, അതായത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു മണം ഇങ്ങനെ കിട്ടും. അത്രയ്ക്കും മണവും രുചിയും ഉള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതങ്ങനത്തെ വൈറൽ റെസിപ്പിയോ പുതിയ റെസിപ്പിയോ ഒന്നുമല്ല. മിക്കപ്പോഴും വീട്ടിലെല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പികളൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ ഉണ്ടാക്കിയപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടെ കാണിച്ചതാണ്. കാര്യം ഇത് ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ, അത് തന്നെയല്ല ഈ പാചകമൊക്കെ പഠിച്ചു വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ പിന്നെ ബാച്ചിലേഴ്സോ അവർക്കൊക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ റെസിപ്പി ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പം ഇനിയും ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.